കുറേ നേരമായി. 10 മണിയായി ഇപ്പം വന്ന പത്തനംതിട്ടയിൽ നിന്ന്. അതെ, ഒറ്റയ്ക്കാണ്. എന്തുകൊണ്ട് പത്തനംതിട്ടയിൽ ഇവിടെ വന്ന് അയ്യോ, നമ്മുടെ VS അല്ലേ, പത്തനംതിട്ടയല്ല, അങ്ങ് അമേരിക്കയിലെന്ന് പറഞ്ഞാൽ നമുക്ക് വരാൻ പറ്റുമെങ്കിൽ വരും, വന്ന് കാണും. അങ്ങനെയാണ് നമ്മുടെ VS. എന്തോ VS-നെ കാണാൻ വേണ്ടി എവിടുന്നാ? ഞങ്ങൾ അടുന്നാ വരുന്നത്. ആ, VS-നെ കാണണമായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ വന്ന. VS ഞങ്ങളുടെ സഹാവാ. കുറേ, അതായത് എല്ലാ പ്രായത്തിലുള്ള ആളുകളുമുണ്ട്. എന്താണ് VS-ന്റെ ഓർമ്മ? VS ഞങ്ങളുടെ ഏറ്റവും വലിയ സൗന്ദര്യ നേതാവാണ് പാർട്ടിയുടെ. അത് തന്നെ പാർട്ടി വളർത്തിയിൽ ഏറ്റവും വലിയ നിർണായക പങ്കുവച്ച സഖാവാണ്. അപ്പോൾ ആ സഖാവിൻ്റെ വിയോഗം എന്ന് പറഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ച് കമ്മ്യൂണിസ്റ്റുകാർക്ക് ഏറ്റവും വലിയ വിയോഗം. ഞങ്ങളിന്ന് പ്രായമുള്ള ആൾക്കാരും ചെറുപ്പക്കാരും എല്ലാവരും ഇന്ന് ഒഴുകി എത്തിയിട്ടുണ്ട്. അങ്ങനെയാണ് VS ഞങ്ങളുടെ സിരകളിൽ ഓടുന്ന രക്തമാണ്. സിരകളിൽ ഓടുന്ന രക്തം. സഖാവ് VS അനശ്വരനാണ്. സഖാവ് VS അനശ്വരനാണ്. കണ്ണേ കരളെ VS ധീരതയോടെ നയിച്ചോളൂ. കണ്ണേ കരളെ VS, കണ്ണേ കരളെ VS ധീരതയോടെ നയിച്ചോളൂ. ലക്ഷം 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 മിന്നാലെ ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് ഇൻക്ലാബ് സിന്ദാബാദ്. കണ്ണേ കരളെ VS. ചേട്ടൻ എവിടുന്നാ? കോതമംഗലം. VS-നൊപ്പം പാർട്ടിക്കാരനാണോ? അതെ അതെ അതെ. VS-ന്റെ രക്തമാണ് ഞങ്ങളുടെ മുഴുവൻ കോതമംഗലത്തെ മുഴുവൻ ജനവിഭാഗങ്ങളുടെ ഇടയിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. VS അജയ്യനാണ്. ഇപ്പോഴും അദ്ദേഹം മരിച്ചിട്ടില്ല. അജയ്യ ശക്തി ആ നിരമ്പും ജനഹൃദയാണ് അദ്ദേഹം. ഇങ്ങനെ കുറെ പേര് അതിവൈകാരികമായിട്ടുള്ള പ്രതികരണങ്ങളൊക്കെയാണ്. എല്ലാ പ്രായത്തിൽപ്പെട്ട ആളുകളും VS-നെ കാണാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. ഇവിടെയുള്ള ആളുകളൊക്കെ, ഇവിടെ കുറെ കുട്ടികൾ, ഇവർ നേരത്തെ ഒരു കുടയ്ക്കകത്ത് കാത്തിരിക്കുകയായിരുന്നു. VS-ന് മുൻപ് കണ്ടിട്ടുള്ളവരാണോ? VS-ന് മുമ്പ് കണ്ടിട്ടുണ്ടോ? ഇവിടെ ഇവിടെ ആലപ്പുഴക്കാരാ? SFI-ക്കാരാണോ? ഒരു മഴയത്തും ഒക്കെ അവഗണിച്ച് ഇവിടെ നിൽക്കാനല്ലേ? ഇവിടുന്ന് കാണാൻ പറ്റുന്നുള്ള പ്രതീക്ഷയുണ്ടോ? അരമണിക്കൂർ സമയമുള്ളൂ. കാണാൻ പറ്റുമോ? അവിടെ ബീച്ചിന്റെ അവിടെ ദർശനമുണ്ടല്ലോ, അപ്പൊ ഞങ്ങൾ അവിടെ പോയി. അതെ, അങ്ങനെ ഉള്ള കുറെ ആളുകൾ. ആലപ്പുഴ തന്നെയാണോ? ആലപ്പുഴ. കുറെ നേരമായി കാത്തിരിക്കുന്നത്. എന്തുകൊണ്ടാണ് VS-നോട് ഇത്രമാത്രം? VS ഇവര് നല്ലൊരു നേതാവാണ്. പാർട്ടിക്ക് കരുത്തിട്ട് ഒരു നേതാവാണ് നഷ്ടപ്പെടുന്നത്. അതുപോലെ ഒരു നേതാവ് ഇനി ഉണ്ടാകത്തില്ല. പാർട്ടിക്ക് കരുത്തിട്ട് ഒരു നേതാവാണ്. അതുപോലെ ഒരു നേതാവ് ഇനി ഉണ്ടാകത്തില്ല. അതുപോലൊരു നേതാവ് ഇനി ഉണ്ടാവില്ല. ആവർത്തിച്ച് ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. തൃശ്ശൂരിൽ നിന്ന് വരണേ VS-നെ കാണാനായിട്ട്. VS-ന്റെ പോലെ ആദർശധീരനായ ഒരു നേതാവില്ലല്ലോ. VS-നെ കണ്ടിട്ടേ പോവുള്ളൂ. VS-നെ കണ്ടിട്ടേ പോവുകയുള്ളൂ എന്നുള്ളതാണ്. പല ജില്ലകളിൽ നിന്നായിട്ട് കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളമുള്ള ആളുകളൊക്കെ ഇവിടേക്ക് എത്തുന്നുണ്ട്. കേരളത്തിന്റെ ഒരു പരിച്ഛേദം തന്നെയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഇന്നിപ്പോൾ 24 മണിക്കൂറും പിന്നിട്ട് VS-ഉമായിട്ടുള്ള വിലാപയാത്ര ഈ പാർട്ടി കമ്മിറ്റി ഓഫീസിലേക്ക്, ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള സമയം 24 മണിക്കൂർ കഴിഞ്ഞിരിക്കുകയാണ്. തിരുവനന്തപുരം ദർബാറിൽ നിന്നും പുറപ്പെട്ടിട്ട്. ആലപ്പുഴക്കാരാണോ? അതെ അതെ. VS-ന് മുൻപ് കണ്ടിട്ടുണ്ടോ? ഉണ്ട്. എൻ്റെ കുടുംബമായിട്ട് വളരെ അടുപ്പമുള്ളതാണ്. ജനങ്ങൾ നെഞ്ചിലേറ്റിയ നേതാക്കളിൽ വേറെ ഒരു പേരില്ല, അത് VS അച്യുതാനന്ദനാണ്. നാട്ടിൽ നടന്ന സമരങ്ങൾക്കെല്ലാം നേതൃത്വം വഹിച്ചതും സ്വാതന്ത്ര്യ സമരങ്ങളുടെ ഭാഗമായിട്ട് ചരിത്രത്തിൽ ഇടം നേടിയിരിക്കുന്ന പുനഃപ്രഭ സമരത്തിന് മുൻനിരയിൽ നിന്ന നേതാക്കളിൽ ഒരാളാണ്. ഏറ്റവും പ്രധാന വ്യക്തിയാണ് VS അച്യുതാനന്ദൻ. അദ്ദേഹത്തിൻ്റെ പ്രണാമം. എറണാകുളത്ത് നിന്ന് തന്നെയാണ്. ഒറ്റയ്ക്കാണോ? ഞാൻ ഒറ്റയ്ക്ക് തന്നെ വന്നേക്കുന്നത്. എറണാകുളത്ത് നിന്ന് ഇവിടം വരെ വരാനുള്ള കാരണം VS-ഉമായിട്ട് നല്ല അടുപ്പമാണ്. VS-നെ ഞാൻ എറണാകുളത്ത് നിന്ന് വൈപ്പിങ്കരയിൽ, എൻ്റെ വീട് വൈപ്പിങ്കരയിലൊരു യോഗത്തിൽ VS-നെ കൊണ്ടുപോയത് ഞാനാണ്. അവസാനം കണ്ടേക്കണത് പറയാൻ പറ്റില്ല. അതിപ്പോൾ ഇപ്പം തന്നെയാണ് കാണുന്നത്. 1970-ലാണ് VS-നെ എറണാകുളത്ത് നിന്ന് ബോട്ട് കിട്ടിയ വഴി വൈപ്പിങ്കലിലേക്ക് കൊണ്ടുപോയത്. അതുകൊണ്ടാണ് VS-നെ കാണണമെന്ന് കണക്കാക്കി പറഞ്ഞത്. 1970-കൾ മുതൽ VS-നെ കണ്ടിട്ടുള്ള ആളുകളൊക്കെ അങ്ങനെയുള്ള, അതായത് പല തലമുറകളാണ്. 102 വയസ്സുള്ള ഒരു നൂറ്റാണ്ടിന്റെ നായകനാണ് അസ്തമിക്കുന്നത്. ഒരു നൂറ്റാണ്ടിന്റെ നായകനാണ് അസ്തമിച്ചത്. അദ്ദേഹത്തിന്റെ അന്ത്യയാത്രയാണ് നമ്മൾ കാണുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. നമുക്ക് ഇപ്പുറത്തേക്കുള്ള ആളുകൾ, ഇവിടെ ആൾക്കാരെ കൊണ്ട് മനുഷ്യന്റെ ഒരു മതിൽ തന്നെ എന്നൊക്കെ പറയുന്ന വണ്ണം നമുക്ക് അപ്പുറത്തേക്ക് കാണാൻ പോലും പറ്റില്ല. അത്രമാത്രം ആളുകളുണ്ട്.
കമ്മിറ്റി ഓഫീസിന് മുൻപാകെ ഇതാ പാർട്ടി കമ്മിറ്റി ഓഫീസിനകത്തേക്ക് ആളുകൾ മതിലു ചാടി കടക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. സഖാവിനെ കാണാനായി അറിയാം, അവർക്ക് ഉറപ്പാണ് പുറത്ത് എത്ര നേരം കാത്തു നിന്നാലും കാണാൻ സാധിക്കാനുള്ള സാഹചര്യം നമുക്കറിയാം. കാരണം അത്രയും പെട്ടെന്ന് ഇവിടുന്ന് കടന്നു പോകും, സമയം ക്രമീകരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ മതില് ചാടി അകത്തേക്ക് കടക്കുകയാണ് ആളുകൾ. ഇത് വൈകാരികമായിട്ടുള്ള ഒരു നിമിഷമാണ്. VSന്റെ കാര്യത്തിൽ നേരത്തെ പാർട്ടി സഖാക്കൾ, പാർട്ടി ജനറൽ സെക്രട്ടറി തന്നെ അഭ്യർത്ഥിക്കുന്നുണ്ടായിരുന്നു ഇവിടെയുള്ള ആളുകളോട്, നിങ്ങൾ സഹകരിക്കണം, ഇവിടെ നിന്നും കുറച്ച് ആളുകൾ മാറി, ഇവിടുത്തെ തിരക്കൊഴിവാക്കി മാറി കടൽ തീരത്ത് നമ്മൾ ക്രമീകരിച്ചിരിക്കുന്ന ഗ്രൗണ്ടിലേക്ക് പോകണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചിരുന്നു.